അബു എബ്രഹാമിന്റെ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ ഒറ്റ വായനയിൽ മനുഷ്യനെ നൊമ്പരപ്പെടുത്തുകയും അതുപോലെ എവിടെയൊക്കെയോ നമ്മളെ സ്പർശിക്കുകയും ചെയ്യുന്ന എഴുത്തുകൾക്ക് എന്നും ഒരു പ്രത്യേകതയുണ്ട് എന്ന് നമുക്കറിയാം. അവ വായന തീർന്നാലും നമ്മുടെ കൂടെ ഇങ്ങോട്ട് പോരും. ഇനിയും പേജുകളും അധ്യായങ്ങളും നമുക്ക് വേണമെന്ന് തോന്നുകയും ചെയ്യും. എല്ലാ ആത്മകഥകളും അപൂർണമായിരിക്കുമെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ അവ ഫിൽറ്റേഡ് ആയിരിക്കും. കമ്പിളിക്കണ്ടത്തെ കൽഭരണികളിലെ എഴുത്തുകാരന്റെ കുട്ടിക്കാലം വായിച്ചു തീരുവോളം നമ്മിൽ നിറയ്ക്കുന്ന ആത്മസംഘർഷം തീർച്ചയായും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അവ ഒട്ടും ഫിൽറ്റേഡ് അല്ലാതെ തന്നെ വാക്കുകളിലൂടെ നിറഞ്ഞൊഴുകുകയും ചെയ്യുന്നുണ്ട്. എഴുത്തുകാരന് തന്റെ ബാല്യകാലത്തിൽ അനുഭവിക്കേണ്ടി വന്ന യാതനകൾ ഒരു കണ്ണീരോടെ അല്ലാതെ നമുക്ക് വായിച്ച് തീർക്കാനാവില്ല. എങ്കിലും ഈ എഴുത്ത് നിർത്തിയ ഇടത്തു നിന്നും ഇനിയും വളരേണ്ടതുണ്ടെന്നും ബാബു എബ്രഹാമിന്റെ ഓർമ്മകളുടെ കൽഭരണികൾ അദ്ദേഹത്തിന്റെ കൗമാരകാലത്തിന് ശേഷവും നിറഞ്ഞൊഴുകിയ അനുഭവങ്ങൾ കൂടി ഈ ഗ്രന്ഥത്തിൽ ഉണ്ടാവേണ്ടതായിരുന്നുവെന്നും ഞാൻ കരുതുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം അതിന്റെ പണിപ്പുരയിലായിരിക്കാം, അദ്ദേഹം അടുത്ത പുസ്തകത്തിന്റെ പണിപ്പുരയിലായിരിക്കാം. ചില ജനപ്രിയ സിനിമകളുടെ രണ്ടാം ഭാഗത്തിന് നമ്മൾ കാത്തിരിക്കുന്നത് പോലെ കമ്പിളിക്കണ്ടത്തെ കൽഭരണികളുടെ രണ്ടാം ഭാഗത്തിനും തീർച്ചയായും കാത്തിരിക്കുന്നു. തീർച്ചയായും അതിനുള്ള സാധ്യതകൾ എല്ലാം ഈ ഗ്രന്ഥത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബെസ്റ്റ് സെല്ലറാണ്. ഞാൻ വാങ്ങിയത് 20ാമത്തെ പതിപ്പായിരുന്നു. നന്ദിക്കുന്നേൽ മേരി എന്ന അമ്മ മനസ്സിൽ ഒരു പോരാളിയായി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. ഇല്ലായ്മകളിലും മക്കൾക്ക് നല്ല പാതയൊരുക്കുകയും നല്ല ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു അമ്മയാണ് ഈ പുസ്തകത്തിലെ അമ്മ. ശരിക്കും അവരാണ് ഈ ആത്മകഥയിലെ യഥാർത്ഥ ഹീറോ. കല്ലാർകുട്ടി ഡാമിൽ നിന്നും താഴേക്ക് ചാടി മക്കളുമായി ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്ന ഒരു ഘട്ടത്തിൽ മേരി മരണം തിരഞ്ഞെടുത്ത് മുമ്പേ നടന്ന അമ്മയുടെ പിറകെ ചെറിയ 3 പെൺകുട്ടികളും ഒരു 5 വയസ്സുകാരനും, അതായത് കഥാനായകനും നടന്നു നീങ്ങുമ്പോൾ ആ 5 വയസ്സുകാരൻ അവരുടെ തൊടിയുടെ താഴെ കാലം മാറിപ്പൂത്ത പൂവാക നിലാവിൽ കുളിച്ചൊരു മഴ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. കുരിശടിയിലെ ഏകാഗിയായ കുരിശിന് മുന്നിൽ വെച്ച് അമ്മ ആ തീരുമാനം മക്കളെ അറിയിക്കുന്നു. ദൂരെ 6 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തൊരു ലക്ഷ്യസ്ഥാനമുണ്ട്. അതൊരു ഡാമാണ്. പാലത്തിൽ നിന്നും ആദ്യം അമ്മ ചാടും, പുറകെ ഓരോരുത്തരായി ചാടിക്കൊള്ളണം, മരിക്കണം. അമ്മയ്ക്ക് നിങ്ങളെ എടുത്തറിയാൻ കഴിയില്ല. തീരുമാനം അറിയിച്ച അമ്മ ആ സമയത്ത് പൊട്ടിക്കരയുന്നുണ്ട്. മൂത്ത മകളായ 10 വയസ്സുകാരിക്ക് വെള്ളത്തിൽ ചാടാൻ ഭയമാണെന്ന് പറയുന്നു. അമ്മ ചാടിയാൽ കൂടെ ചാടാൻ പറ്റിയില്ലെങ്കിൽ അമ്മയില്ലാത്ത തങ്ങൾ എന്ത് ചെയ്യും, പിന്നെന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നു. പക്ഷേ തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്ന അമ്മ മുന്നോട്ട് തന്നെ നടക്കുന്നു. 10 വയസ്സുകാരി വിടുന്നില്ല. പുറകെ നടന്നവൾ കമ്പിളിക്കണ്ടത്തിന് അപ്പുറവും ഒരു ലോകമുണ്ടെന്നും നമ്മൾ അറിയാത്ത ലോകത്ത് നമുക്ക് ഭിക്ഷയെടുത്തും ജീവിക്കാമെന്നും അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് മരിക്കേണ്ടല്ലോ എന്നും അമ്മയോട് പറയുന്നു. അമ്മയെ അത് എവിടെയൊക്കെയോ സ്പർശിക്കുന്നുണ്ട്. അവരുടെ ജീവിതാസക്തിയുടെ മുന്നിലായിരിക്കും ഒരുപക്ഷെ ആ അമ്മ ഒളിഞ്ഞു പോകുന്നത്. അവർ തിരിച്ചു വരുന്നു. തോളിൽ എടുത്തിരുന്ന ഇളയ കുഞ്ഞിനെ താഴെ നിർത്തിക്കൊണ്ട് അവർ ആ 10 വയസ്സുകാരിയെ വാരിയെടുത്ത് ഉമ്മ വയ്ക്കുന്നു. വാരിച്ചൊരിഞ്ഞ ആ ഉമ്മകളിൽ ഒരമ്മയുടെ അതിജീവനത്തിലുള്ള ആവേശമുണ്ടായിരുന്നു ഈ പുസ്തകത്തിൽ. അവർ കുഞ്ഞുങ്ങളെ വാരിയെടുത്ത് തിരികെ ജീവിതത്തിലേക്കാണ് നടക്കുന്നത്. ആ തിരിച്ചു നടത്തത്തിന്റെ കഥ കൂടിയാണ് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന ഈ പുസ്തകം. സഹായിക്കേണ്ട കുടുംബക്കാരും പട്ടക്കാരും വഴികളും പിഴകളും ചുമത്തിയപ്പോഴും തിരുസഭയെയും പട്ടക്കാരെയും നിശിതമായി ചോദ്യം ചെയ്യാനും ചോദ്യം മുനയിൽ നിർത്താനും അമ്മയ്ക്ക് ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ എഴുത്തിൽ സാധിക്കുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിലാകെ ആ സ്ത്രീത്വത്തെക്കുറിച്ചുള്ള എഴുത്തുകാരന്റെ സങ്കല്പങ്ങളുടെ മാതൃ ദൈവമായി അമ്മ മാറുന്ന കാഴ്ചയാണ്. തികച്ചും പ്രതികൂലമായ ചുറ്റുപാടുകളിൽ വളർന്ന നിർധനും നിരാലംബനുമായ ഒരു ബാലന് ജീവിത പടവുകൾ കയറാനായത് നിരന്തരോത്സാഹത്തോടൊപ്പം ജീവിത മൂല്യങ്ങൾ മുറുകെ പിടിച്ചതുകൊണ്ടാണ്. അമ്മയുടെ വാക്കനുസരിച്ച് കരപിടിച്ചപ്പോൾ ബാബു തന്റെ പിൻഗാമികൾക്ക് വേണ്ടി കുറിച്ച ഏറ്റവും വലിയ മോട്ടിവേഷണൽ കുറിപ്പുകളാണ് ഈ ഓർമ്മ പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം. ചുറ്റിലും നിന്ന് ലഭിച്ച അവജ്ഞയും അവഹേളനങ്ങളും അവഗണനകളും അവിശ്വസനീയമാം പദം മറികടന്നതിന്റെ ജീവിതരേഖ കൂടിയാണ് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ. നമുക്കറിയാം, ജീവിതാനുഭവങ്ങൾ ഏറെ ഉള്ളവർക്ക് ഇത്രയും ഹൃദയസ്പർശിയായി എഴുതാൻ കഴിയുകയുള്ളൂ. ബാബു എബ്രഹാം എന്ന എഴുത്തുകാരൻ തന്റെ ജീവിതാനുഭവങ്ങൾ പച്ചയായി ആവിഷ്കരിക്കുന്നുണ്ട് ഈ ഗ്രന്ഥത്തിൽ. ദൈവിക കരങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന ഫ്രഞ്ചുകാരി കൊളയത്തടക്കമുള്ളവർ നൽകിയ സ്നേഹവും കരുണയും ആശ്രയവും ഇന്ന് വലിയ നിലയിൽ എത്തിച്ചേർന്നിട്ട് നന്ദിപൂർവ്വം അദ്ദേഹം ഈ ഗ്രന്ഥത്തിലൂടെ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. മണ്ണിനടിയിൽ ആഴ്ത്തിവെച്ച ഭരണിയിലെ വീര്യമുള്ള വീഞ്ഞാണ് ശരിക്കും ഈ പുസ്തകത്തിലെ കുറിപ്പുകൾ. നന്ദിക്കുന്നേൽ മേരിയുടെയും അബ്രഹാത്തിന്റെയും മകനായി ഇടുക്കിയിലെ കമ്പിളിക്കണ്ടത്ത് ജനിച്ച ബാബു എബ്രഹാമിന്റെ ജീവിത കഥകൾ അനുഭവങ്ങളുടെ സത്യസന്ധത കൊണ്ട് വായനക്കാരനെ ആഴത്തിൽ സ്പർശിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായും വായന സുഖം പകരുന്ന ഒരു പുസ്തകം തന്നെയാണ് ഇത്. ഇതിനകം തന്നെ ഒരുപാട് പതിപ്പുകൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും വായന സുഖം നൽകുന്ന ഒരു പുസ്തകം തന്നെയാണ് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന ബാബു എബ്രഹാമിന്റെ ഈ ബെസ്റ്റ് സെല്ലർ.